പോലീസുകാർ പോയോ മോളെ? പോയച്ച. മോക്ക് തോന്നുന്നുണ്ടോ അവര് പ്രതിയെ പിടിക്കുമെന്ന്? അവരെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. അതിന് നിനക്കറിയോ ആരാ പ്രതിന്ന്? കണ്ടുപിടിക്കും. കണ്ടുപിടിക്കും. പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യ നീ നടത്താൻ പോകുന്നു. കഷ്ടം. നടത്തും അമ്മേ, ഞാൻ നടത്തും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആദ്യം നീ നിലത്ത് നിൽക്ക്. നിന്റെ അഹങ്കാരം കൊണ്ട ഓരോ അനർത്ഥങ്ങൾ ഈ വീട്ടിൽ സംഭവിക്കുന്നത്. ഇനി ഇതും കൂടി പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്താടി പറഞ്ഞാലും തെറ്റ്? നീയല്ലേ നിത്യയുടെ മരണത്തില് ശരത്തിന് സംശയമുണ്ടെന്ന് പോലീസുകാരോട് പറഞ്ഞത്? ദേവിക മോളല്ല പറഞ്ഞത്, ഞാനാ. ഓ, നിങ്ങൾ രണ്ടും അത് പറഞ്ഞു. പാവ ശരത്ത് അത് കേട്ടപ്പോ എന്തുമാത്രം വിഷമായിന്നറിയോ? എന്നോടത് വിവരിക്കുമ്പോ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരു തോറത്തെടുത്ത് തുടച്ചു കൊടുക്കാൻ മേലായിരുന്നു കണ്ണുനീര്. ഈ സത്യം എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അധിക കാലമൊന്നും ആർക്കും മൂടി വെക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുന്നിലിരുന്ന് കരഞ്ഞ ആ ശരത്തിന്റെ യഥാർത്ഥ മുഖം എന്തായിരുന്നു എന്നുള്ളത്. മതിയടി വിസ്തരിച്ചത്. അല്ലെങ്കിലും നിനക്കിത്തിരി ആളുകളി കൂടുതലാ. അത് നീ ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്ക്. ഇനി ശരത്തിനെതിരെ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞോ? ഞാൻ ഇനിയും പറയും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറയും. നിത്യയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുക ഞാൻ. അതിന് എന്നെ സഹായിക്കുന്നതിന് പകരം അവന്റെ കൂടെ നിൽക്കുന്നത് സ്വന്തം മകളുടെ ആത്മാവിനോട് ചെയ്യുന്ന നീതികേടാമ്മേ. അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവാത്തത്. എനിക്കാരുടെയും കൂട്ടൊന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മതി അവനെ തീർക്കാൻ. നീ എന്താ വെല്ലുവിളിക്കാണോ? എന്നാ കേട്ടോ, എനിക്ക് നിന്നെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ട്. എന്താ അതിലൊരു സംശയം? നീ ശരത്തിനെ സംശയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് എനിക്ക് നിന്നെ സംശയിച്ചൂടാ? നിത്യ നീ ആളെ വെച്ച് കൊല്ലിച്ചതാണെന്ന് ഞാൻ പറയും. നിത്യ ഞാൻ ആളെ വെച്ച്? ഓ, ഇങ്ങനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നാവ് പുഴുത്തു പോകും കേട്ടോ അമ്മ. നിത്യ എനിക്ക് ആരായിരുന്നു നമുക്കറിയാലോ. അവളെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയോ? ആ അവളെ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും അല്ലേ? ഇനി ഒരു തവണയും കൂടി അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ അമ്മയ്ക്ക്? എങ്കിൽ പറ. പിന്നെ ഒരു നിമിഷം അമ്മ ഈ വീട്ടിൽ നിൽക്കില്ല. നിർത്തില്ല ഞാൻ. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. കേട്ടില്ല ചമ്മ പറഞ്ഞത്? ഞാനെന്റെ തെറ്റിക്കുട്ടെ. മോളെ, വിവരമില്ലാത്തവരിങ്ങനെയൊക്കെ പറയും. ആ ഒന്നും കേട്ട് എന്റെ മോടെ മനസ്സ് വിഷമിക്കണ്ട. ചെയ്തത് അവൻ തന്നെയാ മോളെ. അതിലൊരു സംശയം എനിക്കില്ല. ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. അമ്മ അങ്ങനെ പലതും പറയും. അതൊന്നും ഓർത്ത് ചേച്ചി സങ്കടപ്പെടരുത്. അമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാ ചേച്ചി. എല്ലാത്തിനും പിന്നിൽ ശരത്ത. ശരത്ത് എന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ നിൽക്കണോ വേണ്ടത്? ഞാൻ ആരാണ് നമുക്ക് അറിഞ്ഞൂടെ? അറിയില്ലെങ്കിൽ അതെന്റെ പരാജയം അല്ലേ പ്രിയ?
അവിടെ തോറ്റു വന്ന ഞാനല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമല്ലോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സുധിയേട്ടൻ പോയി, നിത്യം പോയി. എല്ലാരും പോയിട്ട് പിന്നെ സത്യം പുറത്തു വന്നിട്ട് എന്തിനാ പ്രിയ? മതിയായി. ചിലപ്പോ തോന്നും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാലോ എന്ന്. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കും? ആർക്ക് വേണ്ടി ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത്? അതെങ്കിലും അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അവരിപ്പോ അവന്റെ മായിക വലയത്തിലാ ചേച്ചി. അവൻ പറയുന്നതാ അവർക്ക് വേദവാക്യം. ചേച്ചി മടുത്തെല്ലാം ഇട്ടെറിഞ്ഞു പോയാ ജയിക്കുന്നത് അവനായിരിക്കും. അതിനനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കല്ലേ. എന്താ പറഞ്ഞ? നമ്മളോ? അതെ, ചേച്ചിയുടെ കൂടെ എന്തായാലും ഞാനുണ്ടാവും. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുമ്പോ ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരുമായിരുന്നു ഞാൻ. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ചേച്ചി. ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. നിത്യയുടെ കൊലയാളിയെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടെ ആവശ്യം. അതുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല, ഒറ്റയ്ക്കാണ് എന്നൊന്നും വിചാരിച്ച് സങ്കടപ്പെടരുത്. അച്ഛനുണ്ട്, ഞാനും ഉണ്ട്. നമ്മൾ പുറത്ത് കൊണ്ടുവരും ചേച്ചി ശരത്തിന്റെ യഥാർത്ഥ മുഖം. ഇപ്പോ ശരത്തിന് വേണ്ടി വാദിക്കുന്നില്ലേ? അവര് തന്നെ അവനെ അടിച്ചിറക്കും. ചേച്ചിയെ കൊണ്ടത് സാധിക്കും. ചേച്ചിക്ക് അത് സാധിക്കും. നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. ഒരു കണക്കിന് നീ ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ അവസാനം അവരെല്ലാം കൂടി അടിച്ചിറക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഞാൻ ഈ ബാഗ് എടുത്തതേ പോവാൻ വേണ്ടിയല്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അമ്മയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ട് അത് മനസ്സിലാവാത്തത്. ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോവാ അമ്മേ. എങ്ങോട്ട്?